അലോയ്സ് ഉണ്ട്, വൻ ശേഖരമുണ്ട്. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള സാധനം ഒരു 2 മണിക്കൂർ കൊണ്ട് നോക്കിയെടുക്കാം അല്ലേ ബ്രോ? ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ചെയ്യാൻ പോകുന്ന ഒരു ആക്സറി ഷോപ്പിൻ്റെ വീഡിയോ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് എടപ്പള്ളിയിലാണ്. അവിടെ ഓട്ടോമാൾ എന്ന് പറഞ്ഞൊരു ഷോപ്പിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഷോപ്പ് ഇതാണ്. നിങ്ങൾ പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഉണ്ട് ഇവിടെ, സൂര്യ എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ ഞാൻ കരുതി ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പം നിങ്ങൾക്ക് വണ്ടിയുടെ ആക്സറീസിനെ പറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളെപ്പറ്റിയും കുറച്ച് കാര്യങ്ങളൊക്കെ മെയിൻലി ഒന്ന് പറഞ്ഞുതരാം. പിന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് വണ്ടികളുണ്ട്. അപ്പം അതിലെന്തായിട്ടും ചെയ്യുന്നതെന്നും ആ കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. അപ്പം നമുക്ക് സൂര്യബ്രോനെ ഒന്ന് മീറ്റ് ചെയ്യാം. പുള്ളിക്കാരനകത്താണ്. അപ്പോൾ പുള്ളിയെ നമുക്കൊന്ന് പോയി കാണാം. ബാക്കി കാര്യങ്ങളൊക്കെ പുള്ളിയോട് ചോദിക്കാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെന്തായാലും ഷോപ്പിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സൂര്യ ബ്രോ വേണ്ടിയിരിക്കുന്നു. ബ്രോ ഹൈ. അപ്പോൾ നമ്മളിന്ന് മെയിൻലി എന്തൊക്കെയാണ് പരിചയപ്പെടാൻ പോകുന്നത് പറഞ്ഞാൽ എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷേ മെയിൻലി എന്തൊക്കെയാണ് കൂടുതലായിട്ട് നോക്കാൻ പോകുന്ന സ്പീക്കേഴ്സും അതല്ലേ വണ്ടി ബൈക്കിൽ ഇപ്പോൾ ഫിക്സ് ചെയ്യാനുണ്ട് കുറച്ച് സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ. നമുക്ക് സൗണ്ട് പ്രൂഫ് ചെയ്യണ വണ്ടികളും സൗണ്ട് പ്രൂഫ് ചെയ്യാത്ത വണ്ടികൾ നമ്മൾ വ്യത്യാസം കാര്യങ്ങളൊക്കെ കാണിച്ച് നമുക്ക് ചെറിയ രീതിയിൽ എല്ലാ പ്രൊഡക്റ്റും ജസ്റ്റ് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ. അതെ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്? ഫസ്റ്റ് നമുക്കിപ്പോൾ ഏറ്റവും ബേസ് മോഡൽ ഒരു ഓൾട്ടോനെ മുതൽ ഇപ്പോൾ ഇപ്പോൾ 5 ഹെക്ടർ ആയാലും ഏതുകൊണ്ട് വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പീക്കേഴ്സ് അപ്ഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ ഉള്ള രീതിയിലുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അതെ അല്ലേ? ഏറ്റവും ബേസ് മോഡൽ അതായത് 1000 റുപ്പീസ് മുതൽ 1 ലാക്ക് വരെ. ഞാനൊരു വ്ളോഗ് ഇതിന് മുമ്പ് ചെയ്തപ്പോഴും പറഞ്ഞിരുന്നു എങ്ങനെയാണുള്ളത്. അത് ജസ്റ്റ് കാണിച്ചു തരാം എല്ലാ കാര്യങ്ങളും. ഓക്കെ. അപ്പോൾ ബ്രോ, നമുക്ക് നമ്മുടെ ഓഡിയോ സിസ്റ്റം റേഞ്ചും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. പ്രൈസും കാര്യങ്ങളൊക്കെ എത്രയാണ് വരുന്നത്, ഏതൊക്കെയാണ് ബ്രാൻഡ് ഉള്ളതെന്നൊന്ന് പറയാമോ? അപ്പോൾ നമുക്ക് ബ്രാൻഡ് എന്ന് പറയുന്നത് ഫോക്കൽ, പൈനിയർ, JBL, പിന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് സ്പീക്കേഴ്സ് ആയിട്ടുള്ള ഹെലിക്സ്, DD, ഇൻഫിനിറ്റി, ഇപ്പോൾ ഓഡിയോ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നമുക്ക് ഇമ്പോർട്ടൻറ്റ് സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വലിയ റേറ്റിലാണ് നമ്മുടെ ബഡ്ജറ്റ് ലെവലിൽ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ആമ്പ് കാര്യങ്ങൾ ഏത് ഇപ്പോൾ എത്ര റേറ്റ് വേണ്ടി ഒരു ബേസ് ബഡ്ജറ്റ് മുതൽ നമുക്ക് എത്ര ബഡ്ജറ്റ് വേണമെങ്കിൽ നമുക്ക് നോക്കിയെടുക്കാം. സ്പീഡുകളോ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ചുള്ള ഹെഡ് യൂണിറ്റ് നമ്മൾ സജസ്റ്റ് ചെയ്ത് ബഡ്ജറ്റ് അനുസരിച്ച് കസ്റ്റമറുടെ ബഡ്ജറ്റ് അനുസരിച്ച് എത്ര രൂപ പോകണമെന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്തു തരാൻ പറ്റും. അതിനുള്ള എല്ലാ സ്പീക്കേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. നോർമലി കസ്റ്റമേഴ്സ് ഒക്കെ ഏത് സ്പീക്കറാണ് അല്ലെങ്കിൽ ഏത് ബ്രാൻഡാണ് കൂടുതൽ ചൂസ് ചെയ്യാറുള്ളത്? ബ്രാൻഡ് ബേസ് ഞങ്ങൾ തന്നെയാണ് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. കസ്റ്റമറിന്റെ ബഡ്ജറ്റ് അനുസരിച്ച് അവരുടെ ബഡ്ജറ്റിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള അവരുടെ റേഞ്ച് അനുസരിച്ച് കസ്റ്റമറിന് ഇപ്പോൾ ബേസ് ആണ് ആവശ്യം, ക്ലാരിറ്റി ആണ് ആവശ്യം, അതിനനുസരിച്ച് അവരുടെ ബഡ്ജറ്റ് ചോദിക്കും. അതിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഏറ്റവും ബേസ് എന്ന് പറയുമ്പോഴേക്കും ഒരു 5000 മുതൽ നമുക്ക് സ്പീക്കേഴ്സ് ഇപ്പോൾ ഒരു വണ്ടിയിൽ ഫുള്ളായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ ചെയ്യാം. 50,000 ആണെങ്കിലും എത്ര ബഡ്ജറ്റ് ആണെങ്കിലും വലിയ റേറ്റിലുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഓരോരുത്തരുടെ എൻ്റെ ബഡ്ജറ്റ് ആയിക്കോലും ഇപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമറിൻ്റെ ബഡ്ജറ്റ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള റേഞ്ചിൽ നമുക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ഇരിക്കുന്ന മൊത്തം സ്പീക്കറാണ്. പിന്നെ ആമ്പും കാര്യങ്ങളും ഈ സെക്ഷനിൽ അത് ഓരോ ബ്രാൻഡിന് ഈ പറഞ്ഞ പോലെ തന്നെ പൈനിയർ ആയാലും JBL ആയാലും ഇൻഫിനിറ്റി ആയാലും ഹെലിക്സ് ആയാലും എല്ലാത്തിനും നമുക്ക് സെപ്പറേറ്റ് അതിന് സൂട്ടായിട്ടുള്ള ആമ്പും കാര്യങ്ങളുണ്ട്. അതല്ല, നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്രയാണ് ആംപ്ലിഫയറിൻ്റെ ഒക്കെ വരുമ്പോൾ? 4500 മുതൽ 2,000 നമുക്ക്. അതെ, ഏറ്റവും ടോപ്പ് പ്രൈസ് എത്രയാണ്? അതെ അല്ലേ, ഈ ഫോക്കൽ അതൊക്കെ ഫോക്കലിലേക്ക് വരുമ്പോഴേക്കും ഫോക്കലൊക്കെ സാധാരണ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. വലിയ ബഡ്ജറ്റിലേക്ക് ഹെലിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ജർമ്മൻ ബ്രാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ വരുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ സ്റ്റുഡിയോ ക്വാളിറ്റി ലെവലിൽ വണ്ടിയിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ ബ്രോ, അപ്പോൾ നമുക്കാണെങ്കിൽ ഈ ഫോക്കൽ എന്നൊക്കെ പറയുന്ന ബ്രാൻഡ് നമുക്ക് സാധാരണപ്പെട്ടവർക്ക് താങ്ങാൻ പറ്റിയൊരു സാധനമാണ്. അതിൻ്റെ റേറ്റും കാര്യങ്ങളും പിന്നെ നമുക്കൊരു ഇപ്പോൾ കമ്പോണൻറ്റ് സ്പീക്കേഴ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് കൊടുക്കണമെങ്കിൽ ഒരു 10,000 ബിലോയിൽ നമുക്ക് സാധാരണ ഒരു വണ്ടിയിലൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഫോക്കലൊക്കെ മെയ്ഡ് ഇൻ ഫ്രാൻസാണ് വന്നത്. നമുക്ക് അപ്പോൾ അതിനെക്കാട്ടും സാധാരണ രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഓൾട്ടോ അങ്ങനത്തെ ഉണ്ടെങ്കിൽ 10,000 താഴെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഫോക്കലുണ്ട്. പിന്നെ ഒരു മീഡിയം വേരിയൻറ്റ് നല്ലൊരു എന്താ പറയുക, നല്ലൊരു ക്ലാരിറ്റി ബേസിൽ കേൾക്കാൻ പറ്റുന്ന രീതിയിലാകുമ്പോഴേക്കും 35 ഞാൻ സ്പീക്കേഴ്സ് കാണിച്ചു. ഇപ്പോൾ ഗൈസ് നമുക്ക് സ്പീക്കർ എന്തായാലും ഒന്ന് കാണാം. ഇപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കും. താഴെ നമുക്ക് എന്തായാലും ഇത് നമുക്ക് ഫോക്കലിൻ്റെ തന്നെ ഓഡിറ്റർ സീരീസിൽ തന്നെയാണ്. ഫോക്കലിൻ്റെ തന്നെ വേണേ ഇതൊക്കെ വരുമ്പോഴേക്കും വലിയ റേറ്റ് വരില്ല. നമുക്ക് ഒരു 2-4 സ്പീക്കർ സെറ്റ് നമുക്ക് ബിലോ 10,000 ഫോക്കലൊക്കെ കൊടുക്കാൻ പറ്റും. അതെ അല്ലേ? സാധാരണക്കാർക്ക് നല്ല രീതിയിൽ ബ്രാൻഡ് ക്വാളിറ്റി എന്നുള്ള ഇതിൽ കീപ്പ് കുറേ നാളത് നിൽക്കുകയും ചെയ്യും. നല്ല ഒരു പേപ്പർ കോൺ സ്പീക്കേഴ്സ് ഒന്നും അല്ല ഇതിലൊന്നും വന്നത്. പിന്നെ ഇതിപ്പോൾ ബേസ് മോഡലാണ് വന്നത്. നെക്സ്റ്റ് ലെവലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആക്സസറീസ് വരും.
അതാകുമ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിലായിരിക്കും ഇതിൻ്റെ പേപ്പറും കാര്യങ്ങളും. ഇതിപ്പോൾ 3-way കിറ്റാണ്, മിഡ് റേഞ്ച് ഉണ്ടാകും, ട്യൂട്ടർ ഉണ്ടാകും, വോക്കലിന് സപ്പോർട്ടുള്ള സ്പീക്കേഴ്സ് ഉണ്ടാവും. 3-way കിറ്റാണ് വന്നത്. അതിൻ്റെ അകത്ത് തന്നെ ഇതിൽ യൂസ് ചെയ്തേക്കണ പേപ്പർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയായിരിക്കും. നമുക്ക് ക്ലാരിറ്റിയും ബേസും ഇതെല്ലാം നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ വണ്ടിയിൽ പാട്ട് കേൾക്കുന്ന രീതിയിൽ തന്നെ, അതായത് ബേസ് മോഡലിൽ നിന്ന് മാറിയിട്ടുള്ള രീതിയിൽ. അപ്പോൾ ബഡ്ജറ്റ് അതിനനുസരിച്ച് നമുക്ക് മാറും. ഓരോരുത്തരുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഇപ്പോൾ വേറെ ബ്രാൻഡ് ആയാലും ഉണ്ട്. ഇപ്പോൾ ഫോക്കലിനെ കുറിച്ച് ചോദിച്ചു പറഞ്ഞാൽ മാത്രമാണ് ഞാൻ അതിൻ്റെ എങ്ങനെയായിരിക്കും അതിൻ്റെ ഡിഫറൻസ് വന്നതെന്നുള്ളത് കാണിക്കുന്നത്. ഇതൊരു മിഡിൽ വേരിയൻ്റ് ആയിട്ട് ആ ഒരു ബഡ്ജറ്റിൽ ഈ കിറ്റിൻ്റെ റേറ്റ് വന്നത് 35,000 ആണ്. ഇതിൽ നമുക്ക് അത് MRP ആണ് പറഞ്ഞത്. ഡിസ്കൗണ്ട് എന്തായാലും ഒരു 30% ഒക്കെ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്തൊക്കെ നമുക്ക് ചെയ്തു തരാം. ഇതുണ്ട് ഇത് യൂസ് ചെയ്തേക്കണ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്ര ക്വാളിറ്റിയിലാണ് അവർ ചെയ്ത് കൊടുക്കുന്നത്. അതെ ഗൈസ്, ഇതാണ് ഈ സ്പീക്കർ. അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്, നല്ല കട്ടിയുള്ളതാണ്. നല്ല ക്ലാരിറ്റി ഉണ്ടാവും, നല്ല ബേസും ഉണ്ട്. ഇതിന് മിഡ് റേഞ്ച് ആയിട്ട് വരും. ഓക്കെ, ട്യൂട്ടേഴ്സ് ഈ വരുന്നത് അല്ലേ? ഇതായിരിക്കും വരുന്നത്. ഇതുപോലെ ഈ റേറ്റിലൊന്നും നോക്കണ്ട, ഈ റേറ്റിനെക്കാട്ടും താഴ്ന്ന റേറ്റിലാണ് ബഡ്ജറ്റിൽ നമുക്ക് വലിയ ഇത് മാത്രമല്ല ഞാൻ പറഞ്ഞില്ല ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. ചെയ്യാനായിട്ടുള്ള സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അത് ഓരോ ബ്രാൻഡിനനുസരിച്ച് ഇത് ചെയ്യാൻ നേരത്ത് ഇതിനനുസരിച്ചുള്ള ഇതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ആമ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കേണ്ടത്. അല്ലാണ്ട് നമുക്ക് ആമ്പും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് അതുകൊണ്ട് നല്ല ഹെഡ് യൂണിറ്റ് ഇല്ലാണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ബ്രോ, ഒരു ഡൗട്ടും കൂടെ ചോദിച്ചോട്ടെ. നമ്മൾ ഈ നോർമലി ഇപ്പം എല്ലാവരും പറയും ഇപ്പം JBL ഓഡിയോ സിസ്റ്റം ആണെങ്കിൽ JBL സ്പീക്കേഴ്സ് തന്നെ നമ്മൾ യൂസ് ചെയ്യണം, അതിനനുസരിച്ച് എന്തെങ്കിലും ക്ലാരിറ്റിക്ക് ആ ഒരു കൂടുതലോ കാര്യങ്ങളോ വരുന്നുണ്ടോ? അതോ ഏത് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ സ്പീക്കറിൻ്റെ അനുസരിച്ചിരിക്കുമോ? അത് സ്പീക്കറിൻ്റെ അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഫ്രണ്ടിൽ കൊടുക്കണം. ഇപ്പോൾ ഒരു വണ്ടിയുടെ കോൺഫിഗറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോറിൽ ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും പിന്നെ ബാക്കിൽ വേണമെങ്കിൽ സബ്. അപ്പോൾ ബാക്ക് ഫ്രണ്ടിൽ കൊടുക്കണം അതേ സ്പീക്കേഴ്സ് തന്നെ ബാക്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ സറൗണ്ട്സും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിൽ രണ്ട് ബ്രാൻഡൊക്കെ ആയി കഴിയുമ്പോഴേക്കും അതിൻ്റെ കോൺസിനും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ചെറിയ രീതിയിൽ നമ്മൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബേസിലേക്ക് പോകുമ്പോൾ നമുക്ക് ബേസ് പോയിന്റിൽ ചെയ്യുമ്പോഴേക്കും നമുക്ക് അത്ര വ്യത്യാസം തോന്നുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു മ്യൂസിക് ലിസണിംഗ് ആണെങ്കിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ കാണിച്ചു തരാം. ബാക്കിൽ ഇപ്പോൾ 2 വണ്ടി നമുക്ക് ചെയ്യുന്നുണ്ട്. സൗണ്ട് പ്രൂഫും കാര്യങ്ങളൊക്കെ കിറ്റൊക്കെ ചെയ്യാൻ നേരത്ത് നമുക്ക് സൗണ്ട് പ്രൂഫും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ചെയ്തിട്ട് വലിയൊരു ഗുണവും ഉണ്ടാവില്ല. ബാങ്കിങ് ഷീറ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ ചെയ്യാണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയൊരു ഇത് കിട്ടില്ല നമുക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പം ഫോക്കലിൻ്റെ സ്പീക്കേഴ്സ് കണ്ടു. ലോ റേഞ്ചിലുള്ളതും ഹൈ റേഞ്ചിലുള്ള ഒരു സ്പീക്കർ, 2 സ്പീക്കറാണ് നമ്മൾ കണ്ടത്. അതിൽ കൂടിയ ബഡ്ജറ്റിലുള്ള സ്പീക്കറും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ലോ ബഡ്ജറ്റ് തൊട്ട് ഹൈ ബഡ്ജറ്റ് വരെയുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. മുമ്പേ ഞാൻ ആംപ്ലിഫയറിൻ്റെ കാര്യം പറഞ്ഞു. അങ്ങനെ ഓഡിയോ സിസ്റ്റം എല്ലാ സംഭവവും ഇവിടെ അവൈലബിൾ ആണ്. എല്ലാ റേറ്റിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഇവിടെ നിന്ന് ചെയ്തു തരികയും ചെയ്യും. അപ്പോൾ ബ്രോ, നമുക്ക് എന്തായാലും ആ ഒരു വണ്ടി ചെയ്യുന്നതിലും കാണാം. ഓക്കെ, ചെറിയൊരു ബഡ്ജറ്റിൽ അതിനെങ്കിൽ 30 രൂപ ബഡ്ജറ്റിൽ സബ് ഊഫർ, ആമ്പ്, സ്റ്റീരിയോ, ഹെഡ് യൂണിറ്റ് 15 ഹെഡ് യൂണിറ്റാണ് ചെയ്യണത്. രീതിയിലുള്ള ഒരു ഇതാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതെ അല്ലേ? ഇപ്പോൾ ഫ്രണ്ട് സ്പീക്കേഴ്സ് 15 സ്പീക്കർ, ബാക്കിലാണ്ട് ഫ്രണ്ടിൽ കമ്പോണൻ്റ് കൊടുത്തേക്കണത്, ബാക്കിൽ കോയാക്സിൽ സബ് ഊഫർ അല്ലേ? ഇതിപ്പം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇപ്പോൾ സെറ്റ് ഇതാണ് ചെയ്യുന്നത്. ഓക്കെ, ബൈക്കിൽ JBL വരുന്നത് അല്ലേ? ഇത് എത്ര 1200 ആണോ? 1200 വാട്ട്സ്. സബ് ഊഫർ ബോക്സ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ബോക്സിൻ്റെ അത് സെപ്പറേറ്റ് ഒക്കെ ആഡ് ചെയ്തേക്കണം. ബോക്സ് അങ്ങനെ കമ്പനി ബിൽഡായിട്ട് തന്നെ ഇല്ല, സബ് ഊഫർ മാത്രം എടുത്തിട്ട് ബോക്സ് അതിനനുസരിച്ചുള്ള വോളിയം കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ബോക്സ് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ട് അതിലേക്ക് ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ വയറിംഗ് കിറ്റും സംഭവങ്ങളെല്ലാം ഉൾപ്പെടുത്തിയാണ്. എല്ലാം പ്ലഗ് ആൻഡ് പ്ലേയിലായിരിക്കും പറ്റും. ഒന്നും ഒരു കാര്യങ്ങളും വയർ കട്ടിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, നമുക്കപ്പോൾ എക്സ്ട്രാ ഇപ്പം വയർ ഇൻ കേസ് എടുക്കേണ്ടി 9 ഇഞ്ച് ചാർജ് എല്ലാം കൂടി 30,000 മൊത്തം ഒതുങ്ങി നിൽക്കുക. ഇപ്പോൾ ഒരു ബേസ് മോഡൽ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ കമ്പനിയിൽ വന്ന പേപ്പർ കോൺ സ്പീക്കേഴ്സും എല്ലാം മാറ്റിയിട്ട് നല്ല രീതിയിൽ നല്ല ക്ലാരിറ്റി ബേസിൽ ഇപ്പോൾ അത്യാവശ്യം ബേസിന് വേണ്ടി നമ്മൾ 1200 വാട്ട്സ് സബ്വൂഫറും കാര്യങ്ങളും അതിനനുസരിച്ചൊരു 4 ചാനൽ ആമ്പും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ബഡ്ജറ്റിൽ എന്തായാലും നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ബ്രോ, നമുക്ക് എത്ര രൂപ ബഡ്ജറ്റിൽ തൊട്ട് നമുക്ക് സബ് ആകുമ്പോൾ കൂടെ ചെയ്യാൻ പറ്റും? സബ് ആകുമ്പോൾ ഇപ്പോൾ ഒരു 8 ഇഞ്ചൊക്കെയാണ് നോക്കുകയാണെങ്കിൽ നോർമൽ ബഡ്ജറ്റിൽ ഇപ്പോൾ ഒരാൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 8,000 റുപ്പീസിന് ആം കിറ്റും ഇൻക്ലൂഡിങ് ആമ്പ് വന്ന സബ്ബൊക്കെ വന്നിട്ടുണ്ടാവും. ഒരു 8 ഇഞ്ചിൻ്റെയൊക്കെ നമുക്കൊരു 8,000 റുപ്പീസ് ആ റേഞ്ചിൽ നമുക്ക് വിത്ത് ആമ്പടക്കം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടാണ് നോക്കണമെങ്കിൽ ഇപ്പോൾ 12 ഇഞ്ചിൻ്റെയൊക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു സബ് ഊഫർ ഇപ്പോൾ പൈനിയറിൻ്റെയൊക്കെ വെച്ച് ചെയ്യണമെങ്കിൽ 2 ചാനൽ ആമ്പും സബ്ബൊക്കെ കൂടി ചെയ്യണമെങ്കിൽ ഒരു 14 രൂപ 13 രൂപ ബഡ്ജറ്റ് വരും. ഒന്നും വയർ കെട്ട കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഫുൾ ആമ്പ് കിറ്റും കാര്യങ്ങളും വയറുകളും നല്ല ക്വാളിറ്റിയിലുള്ള വയറുകളും കാര്യങ്ങളും
ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 15 രൂപ ബഡ്ജറ്റിലായി. ഓക്കെ, നമുക്ക് ഈ കമ്പനി കൊടുക്കുന്ന വാറണ്ടിയെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ? അങ്ങനെ വാറണ്ടി നമുക്ക് കൂടുതലായിട്ടും വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയർ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വാറണ്ടി ഫുള്ളായിട്ട് കട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. പുതിയൊരു വണ്ടി ഷോറൂമിൽ നടക്കുമ്പോൾ എല്ലാവരും 99% ആൾക്കാരുടെയും ഒരു സംശയമാണ് കമ്പനി വയർ കട്ട് ചെയ്യുമോ അതെ, അങ്ങനത്തെ വയർ കട്ട കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് എല്ലാം പ്ലഗ് ആൻഡ് പ്ലേ ആയിരിക്കും വന്നത്. ഫുൾ അതിനുള്ള ആഫ്റ്റർ മാർക്കറ്റ് കപ്ലയറുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിനനുസരിച്ചിട്ട് ചെയ്യുള്ളൂ. വയർ കട്ടിങ് കാര്യങ്ങൾ അതിനെക്കുറിച്ചുള്ള ഒരു പേടിയൊന്നും വേണ്ട. കമ്പനി വാറണ്ടി പോകും അങ്ങനത്തെ ഉള്ള പ്രശ്നമൊന്നും നമുക്കില്ല. നമുക്ക് ഇതിനനുസരിച്ചുള്ള ക്വാളിറ്റി വയറുകളും കാര്യങ്ങളും യൂസ് ചെയ്തൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഈ സ്പീക്കർ നമ്മൾ കടയിൽ നിന്ന് എടുക്കുന്ന സ്പീക്കറിന് എങ്ങനെയൊക്കെ ഇപ്പോൾ JBL ഒക്കെ ഉണ്ടെങ്കിൽ ഇതിന് എത്ര നാളായിരിക്കും വാറണ്ടി വരുമോ? 1 ഇയർ വാറണ്ടി കാര്യങ്ങളും എല്ലാത്തിനും വരുന്നുണ്ടല്ലേ? റീപ്ലേസ്മെന്റ് വാറണ്ടി ആണോ അതോ? സ്പീക്കേഴ്സ് എല്ലാം റീപ്ലേസ്മെന്റ് വാറണ്ടി ആയിരിക്കും നമുക്ക്. അതെ അല്ലേ? അത്യാവശ്യം എല്ലാ ലൈനിന് കോൺടാക്ട് ഇതിൻ്റെ ഒക്കെ ലൈനിലേക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ വാറണ്ടി ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അല്ലാതെ നമുക്കിവിടെ സ്പീക്കർ ഇപ്പം പുറത്തുനിന്നാണെങ്കിൽ റിപ്പയറിങ്ങിന് അങ്ങനെ എടുക്കുന്നുണ്ടോ അതോ? ഇല്ല, പുറത്തുനിന്ന് കൊണ്ടുവന്ന ഐറ്റംസ് നമുക്ക് റിപ്പയർ ചെയ്ത് നമുക്ക് പോസിബിൾ ആണ്. നമ്മുടെ അടുത്തുള്ള സാധനം റീപ്ലേസ് ചെയ്ത് നമുക്കത് വാറണ്ടിയിൽ നമുക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കും. അതെ, എന്താണെങ്കിലും നമുക്ക് എന്താണെന്ന് നോക്കിയിട്ട് മാക്സിമം ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഒരു വണ്ടിയിൽ ഇപ്പം ഓഡിയോ സിസ്റ്റം ഫുള്ള് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രോ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു 30,000 ബഡ്ജറ്റിലാണ് ഈ ഒരു വണ്ടിയുടെ ഓഡിയോ സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഇൻക്ലൂഡിങ് നമ്മുടെ സെറ്റും കൂടി ഉൾപ്പെടെയാണ് കേട്ടോ ഈ ഒരു റേറ്റ് പറഞ്ഞത്. അപ്പം വളരെ അഫോർഡബിൾ ആയിട്ടൊരു റേറ്റാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിനകത്തൊന്നും നിങ്ങൾക്കാണെങ്കിലും കുറച്ച് റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും എന്തായാലും. പിന്നെ നമുക്ക് ഇവിടെ ഇപ്പം ഈ ബ്രോ ആണെങ്കിൽ ഇത് സംഭവം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്പീക്കർ. ബ്രോ, ഇത് സെറ്റ് ചെയ്തിൻ്റെയാണ് വരുന്നത്? പൈനിയറിൻ്റെ ആണല്ലേ? ഓക്കെ, സ്പീക്കറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതോ? കഴിയാറായില്ലേ? ഓക്കെ, നമുക്ക് ബ്രോ ഇതിപ്പം ഇൻസ്റ്റാളേഷൻ ആണെങ്കിലും ടൈം എത്രയായിരിക്കും എടുക്കും? അത് മൊത്തം ഒന്ന് റെഡിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ സബ് അടക്കമുള്ള ഒരു സൗണ്ട് സിസ്റ്റത്തിന്റെ ഒരു ടൈം ആണെങ്കിൽ 3 hours 3 hours എടുക്കും അല്ലേ? നമ്മൾ ടൈം എന്തോരം കിട്ടണം അതിനനുസരിച്ച് നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ ട്യൂൺ ചെയ്ത് നമുക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. 3 hours എന്തായാലും സബും മാമ്പും ഇതെല്ലാം ലൈനും കാര്യങ്ങളൊക്കെ വലിച്ച് നമുക്ക് ചെയ്യേണ്ടി വരും. എന്നിട്ട് ഒരു ഇപ്പോൾ സ്റ്റീരിയോവും ഒരു സ്പീക്കറൊക്കെ വേണമെങ്കിൽ 1.5 hour നമുക്ക് മാക്സിമം ചെയ്തെടുക്കാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഡാമിംഗ് ഷീറ്റിനെ പറ്റിയും അതിൻ്റെ മെറ്റീരിയലിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അത് നമുക്ക് എന്തായാലും ഒന്ന് പരിചയപ്പെടാം. ബ്രോ ഒന്ന് പരിചയപ്പെടുത്തി തരാം അവസാനം ഒന്ന് എങ്ങനെയാണെന്നുള്ളത്. കമ്പനിയിൽ വരാൻ നേരത്ത് ഇതുപോലത്തെ ഏത് വണ്ടിയിൽ നോക്കി കഴിയുമ്പോഴേക്കും കമ്പനി ഒരു സൗണ്ട് പ്രൂഫ് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നത് ഇതുപോലെ ഒരു സ്റ്റിക്കർ ആയിരിക്കും. അതെ അല്ലേ? ബാക്കി ഇവിടെ ഫുള്ള് വരുമ്പോഴേക്കും ഹോളുകളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതാകുമ്പോൾ വണ്ടിയിൽ ഇപ്പോൾ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ ഡോറിനൊക്കെ ഒരു കട്ടിയില്ലാത്ത പോലെ ഇപ്പോൾ നോയ്സും കാര്യങ്ങളൊക്കെ റോഡ് നോയ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഡാമിങ്ങിൻ്റെ മെറ്റീരിയൽ, ഡാമിങ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ, ഇതുപോലത്തെ അലൂമിനിയം കോട്ടിങ്ങുള്ള ഷീറ്റ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇതായിരിക്കും മെറ്റീരിയൽ വന്നു. ഇതും ബ്രാൻഡഡ് ഐറ്റംസിൻ്റെ ഒക്കെ തന്നെയാണ് യൂസ് ചെയ്യണത്. ഓൺലൈനൊക്കെ നമുക്ക് ഒരു വണ്ടി ഫുള്ള് ചെയ്യാനായിട്ട് ഒരു 1000 rupees താഴെ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മെറ്റീരിയൽ അവൈലബിൾ ആണ്. കാരണം കുറേ കഴിയുമ്പോൾ ചൂട് കൂടുമ്പോഴേക്കും ഈ ടാറൊക്കെ ഇങ്ങനെ വീതി താഴത്തേക്ക് വന്ന ഒരു സംഭവം കുറേ ഞങ്ങൾ ഇങ്ങനെ കിട്ടാറുണ്ട്. ഒരുപാട് പേര് വന്നിട്ട് ഇങ്ങനെ ടാറ് പോലെ ഇങ്ങനെ ഡാമി ചെയ്യുമ്പോഴേക്കും വന്നെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുക്കി ഇങ്ങനെ വന്നെന്നൊക്കെ പറഞ്ഞിട്ട് ഈ മെറ്റീരിയലൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ വരില്ല. പക്ഷേ ഇനി മറ്റുള്ളതിനെക്കാട്ടും മറ്റേ ഓൺലൈൻ കിട്ടുന്ന പ്രൊഡക്റ്റിനെക്കാട്ടും കോസ്റ്റ് നോക്കി കഴിയുമ്പോഴേക്കും ചെറിയ രീതിയിൽ വ്യത്യാസം വരും. എങ്ങനെ വരും? ഒരു ഡോറിൽ നമുക്കൊരു നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ ഒരു 4 ഷീറ്റെങ്കിലും വേണ്ടി വരും. ഷീറ്റ് വേണമെങ്കിൽ ഇത് പറഞ്ഞല്ല, ഓരോരുത്തരുടെ ബഡ്ജറ്റ് അനുസരിച്ചായിരിക്കും നമ്മൾ ചെയ്യണത്. ഒരു വണ്ടി പെർഫെക്റ്റ് ആയിട്ട് ഒരു ചെറിയൊരു വണ്ടി ചെയ്യണമെങ്കിൽ ഒരു 4 ഷീറ്റ് എങ്ങനെ ചെയ്ത് നമുക്കൊരു ഡോറിലേക്ക് വേണ്ടി വരും. മൊത്തം വേണ്ടി വരും ഒരു ഡോർ മാത്രം ചെയ്യുമ്പോഴേക്കും. വണ്ടിയുടെ ബോഡി വെയിറ്റ് ആയാലും എല്ലാ കാര്യങ്ങളും കൊണ്ട് മൊത്തം റോഡ് നോയ്സ്, പിന്നെ AC ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി കൂളിങ് എഫിഷ്യൻ്റ് ആയിട്ട് കിട്ടും. ബോഡിയിൽ ഇങ്ങനെ തട്ടുമ്പോഴുള്ള ഒരു ശബ്ദമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറിയിട്ട് ബോഡി നല്ല പെർഫെക്റ്റ് ആവും. സംഭവം യൂസ് ചെയ്താണ്. പിന്നെ സൗണ്ട് ആയാലും സൗണ്ട് ക്വാളിറ്റി ആയാലും നല്ല രീതിയിൽ ഡാമിങ്ങിന് നോക്കി ഇത് വരുമ്പോഴേക്കും. പക്ഷേ ഡാമിങ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കോസ്റ്റ് കുറച്ച് നമ്മുടെ കയ്യിൽ നിന്ന് മാറുമെങ്കിലും ഫ്യൂച്ചറിലേക്ക് നമുക്ക് നല്ല ഇതായിരിക്കും. കോസ്റ്റും കാര്യങ്ങളെങ്ങനെ പറയാം ബ്രോ? ഇതൊരു ഷീറ്റ് വരുമ്പോഴേക്കും 1,200 rupees വെച്ച് എങ്ങനെയും ഒരു ഷീറ്റിന് വരും. നല്ല പ്രൊഡക്റ്റ് വരും. ഇനി മൊത്തം ഇപ്പോൾ ഓൺലൈനൊക്കെ പറയുമ്പോൾ 1,200 rupees എല്ലാ ഡോറും കൂടി ചെയ്യാന്നുള്ള രീതിയിലേക്കും വന്നത്. ഒരു വണ്ടി ഫുള്ള് ചെയ്യാനായിട്ട് 1,200 എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാർ മേടിച്ച് കൊണ്ടുതന്നെ കാണുന്നത്. ആ പ്രൊഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു ചൂട് കൊണ്ട് കഴിയുമ്പോഴേക്കും കുറേ കഴിയുമ്പോഴേക്കും അതിൻ്റെ അകത്തുനിന്ന് മെറ്റീരിയൽ ഇങ്ങനെ ഉരുട് വന്ന രീതിയിൽ കഴിവ് പോലെ ഇങ്ങനെ വന്ന് കിടക്കണ കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാണ് മെറ്റീരിയൽ. ഇത് ഗൈസ് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള സാധനം തന്നെയാണ്. ഇത് ഒരു ഷീറ്റാണോ അതോ? ഇത് 3 ഷീറ്റാണ് വരുന്നത്. അതെ അല്ലേ? ഇത് സ്റ്റിക്ക് ആയിട്ടിരിക്കും അല്ലേ? അതിങ്ങനെ സ്റ്റിക്ക് ആയിട്ടിരിക്കും. ഇതിങ്ങനെ ഇതായിരിക്കും ഒരു ഷീറ്റ് വന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാണ് ഒരു ഷീറ്റ്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു സാധനമാണ് ഗൈസ്. അപ്ലൈ ചെയ്ത് കയറ്റും. അതെ അല്ലേ? വണ്ടി എൻ്റെ അടുത്ത് ഇപ്പോൾ വേറെ ഒന്നും ഇല്ല, ഞാനിപ്പോൾ കാണിച്ചു തരാം എങ്ങനെ വന്നേന്നുള്ളത്. അങ്ങനെ കയ്യിലേക്ക് ഒട്ടിപ്പിടിച്ച് വരെയൊന്നുമില്ല. ഓക്കെ,
അപ്പോൾ ഗൈസ് നിങ്ങൾ കണ്ടല്ലോ ഇതാണ് സാധനം. അപ്പം ഇതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ ബ്രോ പറഞ്ഞിട്ടുണ്ട്. അപ്പം ചെയ്യാൻ ഓരോ ബ്രാൻഡ് അനുസരിച്ച് പറഞ്ഞ പോലെ റേറ്റ് വ്യത്യാസം വരും. വിബ്രോ മാക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ചും കൂടി കൂടിയ ഇറീഡിയം ടൈപ്പ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അതൊക്കെ വരുമ്പോഴേക്കും ഒരു ഷീറ്റ് 1500 ആ റേറ്റിൽ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതെ, ആ ഇരിക്കുന്നൊക്കെ ആ ഒരു ഫുള്ള് ഡാമ്പിങ്ങിൻ്റെ മെറ്റീരിയൽസ് ആണല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻലി ബ്രോ അതിൻ്റെ പർപ്പസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ അത് നമ്മൾ കണ്ടു. നമ്മുടെ വണ്ടി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ബ്രോ ഇനി നമ്മൾ അടുത്ത എന്താണ് ഇനി കാണാൻ പോകുന്നത്? നമുക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അലോയ്സ് ഒക്കെ ഒന്ന് കണ്ടിട്ടും വരാം. അതെ, ചെറിയൊരു കളക്ഷൻ അതെ അതെ. വേണമെങ്കിൽ നമുക്ക് പറഞ്ഞ പോലെ ചെറിയ വണ്ടികൾ മുതൽ നമുക്ക് ഇപ്പോൾ ഏത് ഹാരിയർ ആയാലും അങ്ങനത്തെ ഏത് വണ്ടികൾക്ക് ആയാലും ആഫ്റ്റർ മാർക്കറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അലോയ്സും കാര്യങ്ങളും കുറച്ചും കൂടി മോഡിഫൈഡ്. അതെ, അപ്പോൾ ഓക്കെ. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും അലോയ് വീൽസിൻ്റെ കളക്ഷൻ എന്തായാലും ഒന്ന് കാണാം. സെക്കൻഡ് ഫ്ലോറിലായിട്ടാണ് അലോയ് വീൽ. അപ്പോൾ നമുക്ക് എന്തായാലും അതും കൂടെ കാണാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും മേളോട്ട് പോകാൻ പോവാണ്. ഇവിടെ ആണെങ്കിൽ മെയിൻലി നമ്മുടെ കാറിൻ്റെ ആക്സറീസ് ആണ്. ഞാൻ മുമ്പേ സ്പീക്കർ കാണിച്ചിരുന്നു. അവിടെ ആണെങ്കിൽ കിക്കറിൻ്റെ സബും പിന്നെ ഫോക്കലിൻ്റെ ഒക്കെ ആണെങ്കിലും സബും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ബാക്കി നമ്മുടെ വൈപ്പർ ബ്ലേഡ്സ്, പിന്നെ ആഫ്റ്റർ മാർക്കറ്റ് ടെയിൽ ലാംപ്സ്, ഹെഡ് ലാംപ്സ്, പിന്നെ ഗ്രില്ല്, പിന്നെ നമുക്ക് വണ്ടി കെയർ ചെയ്യാനായിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും സെക്കൻഡ് ഫ്ലോറിലോട്ട് പോയി നമ്മുടെ അലോയ് വീൽസ് നമുക്ക് എന്തായാലും ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഓട്ടോമാല അലോയ് വീലിൻ്റെ ശേഖരം എന്ന് പറയുന്നത്. ഇത് കണ്ട ഗൈസ്, ഇവിടെ ഫുള്ള് അലോയ് വീൽസാണ്. അലോയ് വീൽസും ടയേഴ്സും ആണ്. അപ്പം അങ്ങേ അറ്റം തൊട്ട് അങ്ങ് വരെ അലോയ്സ് ആണ്. ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ റൂമിലും അലോയ്സ് ഉണ്ട്. വൻ ശേഖരമുണ്ട്. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള സാധനം ഒരു 2 മണിക്കൂർ കൊണ്ട് നോക്കിയെടുക്കാം അല്ലേ ബ്രോ? ഞാൻ അങ്ങനെ പറയാൻ. അതെ അതെ, രീതിയിൽ നമ്മൾ നോക്കി നിന്ന് പോകും പെട്ടെന്ന്. അതെ അതെ. അപ്പം നമുക്ക് എല്ലാ സൈസിലുള്ള എല്ലാ സൈസ് എന്ന് പറഞ്ഞാൽ നോർമലി ഈ സെക്ഷനിൽ ഈ റൂമിൽ ചെയ്തേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 16 ഇഞ്ചും 17 ഇഞ്ചും. അതെ അല്ലേ? അപ്പ് സൈസ് എന്നുള്ള മാറ്റം ഇതിലേക്ക് ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാവുന്ന രീതിയിലാണ്. ചെറിയ വണ്ടികളിലാണെങ്കിൽ ഒരു 12 ഇഞ്ച് 13 ഇഞ്ച് 14 ഇഞ്ച് 15 ഇഞ്ച് അപ്പുറത്തെ സെക്ഷനിലാണ് കൊടുത്തേക്കുന്നത്. അതെ അല്ലേ? 16 17. ഓക്കെ, നമുക്ക് ബ്രാൻഡ് ഏതൊക്കെയാണെന്ന് പറയാം ബ്രോ? നമുക്ക് ചെയ്തു കൂടുതലായിട്ട് ചെയ്യുന്നത് ലെൻസോ, GTR, മോമോ, AD, റൈസിംഗ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇപ്പോൾ ഓരോന്നായിട്ട് നിങ്ങൾ എടുത്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇന്നൊന്നും തീരുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും നമുക്ക് കുറച്ച് നല്ല ബ്രാൻഡും കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. എന്നാലും നമുക്ക് ഈ മോമോ ഒന്ന് നോക്കാം. ഇത് 17 ഇഞ്ച് വീലാണ് ഇപ്പോൾ കാണിച്ചേക്കുന്നത്. ഓക്കെ, 17 ഇഞ്ച് നല്ല റിവഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ഏറ്റവും കൂടുതൽ മോമോ എന്നുള്ള ബ്രാൻഡ് ആൾക്കാർ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്ന സംഭവമാണ്. ഈ ഒരു ഡിസൈൻ ആയിരിക്കും മോമോ എന്നുള്ള ഇതിൽ കൂടുതലായിട്ടും ആൾക്കാർ കണ്ട്. അതെ അല്ലേ? റിവഞ്ച് എന്നുള്ള പാറ്റേൺ. ഓക്കെ, ലെൻസും ഉണ്ട്. ഓക്കെ, ലെൻസോ വന്നത്. ലെൻസോ ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ബ്രോ വരുന്നത്? കാര്യങ്ങളും ഇത് 14 ഇഞ്ച് 15 ഇഞ്ച് ഇപ്പം 17 ഇഞ്ചിന്റെ റേറ്റ് ഞാൻ പറയാം. ബാക്കിയുള്ള ചെറിയ വണ്ടികളുടെ റേറ്റ് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ 17 ഇഞ്ച് വരുമ്പോഴേക്കും ഏകദേശം 51,000 ആ റേറ്റ് അടുപ്പിച്ചാവുന്നുണ്ട്. ബ്രാൻഡഡ് ആയതുകൊണ്ടാണ് ബ്രാൻഡഡ് ഐറ്റംസിനെ പറഞ്ഞത്. ഇപ്പൊ AD എന്നൊക്കെ പറയുമ്പോഴേക്കും 17 ഇഞ്ച് വരുമ്പോഴേക്കും നമുക്കൊരു 38, 39 ഓരോ ഡിസൈൻ അനുസരിച്ച് ഓരോ മോഡലിനനുസരിച്ച് റേറ്റ് ഡിഫറൻസ് വരും. ഓക്കെ അല്ലേ? 17 ഇഞ്ച് ചെറിയൊരു പോളോക്കും സ്വിഫ്റ്റിനൊക്കെ 17 അപ്പ് സൈസ് പാറ്റേൺ ആക്കിയിട്ട് ഇടുന്ന രീതിയിലുണ്ട്. അതിന് വരുമ്പോഴേക്കും ഉള്ള കളക്ഷൻസ് ആണ് ഈ കാണുന്നത്. ഓക്കെ, ഞാൻ ഒരു ഡൗട്ട് കൂടെ ചോദിച്ചോട്ടെ. നമ്മൾ നോർമലി ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് നമ്മുടെ ഈ അലോയ് വീൽസ് എടുക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കണം, ഡ്യൂപ്ലിക്കേറ്റ് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയാം. അതിനെപ്പറ്റി ഒന്ന് ഈ ചൈനീസ് വീൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ബ്രാൻഡ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഫോൺ എടുക്കാൻ പോകുന്നെങ്കിൽ തന്നെ ഫോൺ നമ്മൾ ഒരു കടയിൽ ഇരിക്കണമെങ്കിൽ നമ്മൾ നോക്കണം. മൈക്രോമാക്സും ഉണ്ടാവും, ഈ പറയുന്ന പോലെ ഐഫോണും ഉണ്ടാവും. അതുപോലെ എല്ലാത്തിനും ഇപ്പം നമ്മൾ മെയിനായിട്ട് ഫോൺ എടുക്കാന്നുള്ളത് നെറ്റ് യൂസ് ചെയ്യണം, നമുക്ക് ഫോൺ വിളിക്കണം, രണ്ട് സംഭവം പറ്റും. പക്ഷെ ബ്രാൻഡ് വാല്യൂ അനുസരിച്ച് അതിനനുസരിച്ചുള്ള റേറ്റും വരും, ക്വാളിറ്റിയും വരും. അതുപോലെ തന്നെയാണ് അലോയ്സിൽ. ലക്ഷക്കണക്കിന് രൂപ ഇപ്പോൾ 5 ലക്ഷം രൂപ വണ്ടിയാണ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ആ അലോയ്സിലേക്ക് ഇതിന്റെ മേളിൽ കിടന്നാണ് ഈ വണ്ടി ഫുള്ള് ഓടാനുള്ളത്. സേഫ്റ്റി ഫുള്ള് വന്നത് ഈ ഇതിലായിരിക്കും. അപ്പൊ അതിലൊരു കോംപ്രമൈസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഫ്യൂച്ചറിലേക്ക് ദുഃഖിക്കേണ്ടി വരും. എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള നല്ല ബ്രാൻഡുകളും കാര്യങ്ങളും നോക്കി ചെയ്യാൻ നോക്കുക. ഭയങ്കര റേറ്റ് കുറവിലേക്ക് നമ്മൾ നോക്കി പോയി കണ്ടെങ്കിൽ ഫ്യൂച്ചറിലേക്ക് നമുക്ക് പ്രശ്നങ്ങൾ വരാണ്ട് ചാൻസ് ഉണ്ട്. അപ്പം കഴിവതും ബ്രാൻഡ് എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ബ്രോ പറഞ്ഞു വരുന്നത്. അതെ, ചെറിയ റേറ്റിൽ നമുക്ക് സാധനം കിട്ടും. ഇപ്പോൾ 14 ഇഞ്ച് ഒക്കെ ആണെങ്കിൽ ഒരു 18,500, നല്ലൊരു ബ്രാൻഡിലൊക്കെ ആണെങ്കിൽ 20,000, 19,500 മുതൽ നല്ല വീലുകളുണ്ടാവും. നമുക്ക് 17,000 മുതൽ 14 ഇഞ്ചസ് ഒക്കെ അവൈലബിൾ ആണ്. എല്ലാവരും പറയും അയ്യോ ആ ഏത് ബ്രാൻഡാണെന്ന് നോക്കാൻ പറയില്ല.
ആ ഷോപ്പിൽ അയ്യോ ഇതിന് ഇത്ര റേറ്റ് ഉള്ളൂ, മറ്റേ ഷോപ്പിൽ ഇത്ര റേറ്റ് ഉള്ളൂ. റേറ്റ് ആണ്. പക്ഷേ അതിനനുസരിച്ച് ബ്രാൻഡ് ഏതാണെന്ന് നോക്കില്ല, ആ ഡിസൈൻ നോക്കി അങ്ങോട്ട് പോകും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണമായിട്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അവൈലബിലിറ്റി നോക്കണം. മാർക്കറ്റിൽ ആ വീല് നമുക്ക് ഒരെണ്ണമായിട്ട് കിട്ടുമോ, അല്ലെങ്കിൽ 3 വീല് കയ്യിൽ ഇരുന്ന് പോകുമോ, അതൊക്കെ നോക്കണം. 3 വീലായിട്ട് പിന്നെ നമുക്ക് കൊടുത്തിട്ട് ആരും എടുക്കാൻ പോകുന്നില്ല. അതിന്റെ സ്പെയർ പറഞ്ഞാൽ അപ്പോഴും നമുക്ക് അവൈലബിൾ ആണ് രീതിയിലുള്ള ബ്രാൻഡുകളും. നല്ല ബ്രാൻഡുകളിലൊക്കെ മാത്രമേ നമുക്ക് അങ്ങനെ സ്പെയർ കിട്ടുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡിസൈൻ ചിലപ്പോൾ അവിടെ വെച്ച് നിർത്തിക്കളയും. പിന്നെ ആകെ 3 വീല് കയ്യിൽ വെച്ചോണ്ടിരിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ. പിന്നെ ഫ്രണ്ട്സ്, ഞാനിപ്പം പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ടാണ് നമ്മുടെ ടാറിനൊക്കെ വരുന്ന ഓഫ് റോഡ് ഡിസ്ക്കാണിത്. അപ്പം അതിൻ്റെ വേറൊരു മോഡലാണ് ഈ റിങ്ങൊക്കെ അകത്ത് വരുന്ന ടൈപ്പുള്ളൊരു സാധനമാണ്. ഇതും എനിക്ക് തോന്നുന്നു ഒരിടയ്ക്ക് ചൈനയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. തായ്ലാൻഡും തൈവാനും ഒക്കെ ആണെന്ന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ താറിനൊക്കെ കണ്ടുവരുന്ന ഓഫ് റോഡ് ഡിസ്ക് എന്ന് പറയുന്നത്. ഇത് അതിൻ്റെ വേറൊരു മോഡലാണ്. നമുക്ക് ഈ റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതാണിത്. ഓക്കെ ബ്രോ, നമുക്ക് ഇനിയിപ്പം അടുത്ത് നോക്കുവാണെങ്കിൽ ബ്രോ ഏത് ബ്രാൻഡ് ആയിരിക്കും പറയാവുന്നത്? നമുക്ക് GTR ഞാൻ പറയാൻ തരുമായിരുന്നു GTR-നെ പറ്റി. GTR അത്യാവശ്യം നമുക്ക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഇതാണ്. പെട്ടെന്ന് പൊട്ടുമെന്നുള്ള പേടി അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നും നമുക്ക് എന്തായാലും GTR-നൊക്കെ ഉണ്ടാവും. പിന്നെ AD എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ബഡ്ജറ്റ് ലെവലിലേക്കൊക്കെ വരാൻ പറ്റുന്ന വീലാണ്. ഇത് 16 ഇഞ്ചൊക്കെയാണ് ഇപ്പോൾ കൂടുതലും ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ടാറ്റ അൾട്രോസ്, നെക്സോൺ, ഇതൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടി ഒരു ഓപ്ഷൻ ഇപ്പോൾ ഐറ്റംസ് തീർന്നു. ഇപ്പോൾ നിങ്ങൾ വന്ന് കയറിയപ്പോൾ തന്നെ ഒരു നെക്സോൺ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ വീടെടുത്ത് അപ്പോൾ അൾട്രോസിലും നെക്സോണൊക്കെ ആയിട്ട് 108 PCD എന്ന് പറഞ്ഞിട്ടുള്ള PCD കുറച്ചൊക്കെ GTR-ന്റെ മോഡൽസ് ഒക്കെ നമുക്ക് GTR-ന്റെ ഇത് 17 ഇഞ്ച് അല്ലേ? ഇല്ല, ഇത് 16 ആണ്. ആ ഇതിൽ തന്നെ ഇപ്പോൾ 14 ഇഞ്ച് അൾട്രോസിനൊക്കെ വന്ന മോഡൽസിൽ തന്നെ നമുക്ക് 16 ഇഞ്ചിലേക്ക് അപ്സൈസ് ചെയ്യാൻ പറയും. അങ്ങനെയൊക്കെ വരുമ്പോഴുള്ള മോഡൽസ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. 31,000 ആ ഒരു ബഡ്ജറ്റിൽ നമുക്ക് എന്തായാലും നിൽക്കും. ഓക്കെ. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു വീലാണ്. നമുക്കിപ്പം എടുത്തു നോക്കുവാണെങ്കിൽ തന്നെ അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അതെന്തായാലും നമുക്ക് ഞാൻ പറഞ്ഞല്ലേ ഓരോ ബ്രാൻഡ് അനുസരിച്ച് വീല് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഈ ഒരു നമുക്ക് ഇൻക്യുബസ് ബ്രാൻഡ് 29,500 29 ആ ഒരു ബഡ്ജറ്റിലേക്ക് നമുക്ക് 16 ഇഞ്ച് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ അത് പറയുമ്പോഴേക്കും 31,000 രണ്ട് നമ്മൾ പൈസ കുറച്ച് ചെറിയൊരു വ്യത്യാസമുള്ളൂ. അതിനനുസരിച്ചുള്ള റേറ്റും കാര്യങ്ങളും നമുക്ക് കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബ്രാൻഡ് വാല്യൂ ഉണ്ട്. അതുപോലെ യൂസ് ചെയ്തേക്കുന്ന മെറ്റീരിയൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അതിനനുസരിച്ച് ഇതിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ബഡ്ജറ്റിൽ വരും. എപ്പോഴും ഒരു വീലായിട്ട് നമുക്ക് ഈ 2 ബ്രാൻഡിലും അങ്ങനെ ഉള്ള ഡീലിംഗേ നമുക്ക് ചെയ്യാറുള്ളൂ. അപ്പോൾ ഒരു വീലായിട്ട് ഇപ്പം എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ ആവുന്ന രീതിയിൽ തന്നെ ആയിരിക്കും ഇതിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ. ഇവിടെ ഗൈസ് ഞാൻ വേറെ കുറച്ച് ബ്രാൻഡൂടെ ഞാനിങ്ങനെ ഒരുപാട് ബ്രാൻഡുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും കണ്ടുപിടിക്കില്ല. ഇപ്പോൾ ഞാൻ കണ്ടത് ഇൻക്യുബസ് കണ്ടിട്ടുണ്ട്, പിന്നെ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് കണ്ടിട്ടുണ്ട്, GTR മുമ്പേ അവിടെ കണ്ടു. പിന്നെ അതാണ് ബ്രോ പറയോ എല്ലാം നമുക്കുണ്ട്. ഓരോ വണ്ടികൾക്ക് ഷോറൂമിലാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ 1-2 വീലേ ഇപ്പോൾ നമുക്ക് അവരുടെ മോഡൽസിൽ അവൈലബിൾ ആകും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടിക്ക് എങ്ങനെയായാലും 2 സെറ്റ് വീല് നമുക്ക് എങ്ങനെയായാലും കൊടുക്കാനായിട്ടുണ്ടോ. 2020 താറ് അതിന് പോലുള്ള മോഡൽസ് ഒക്കെ നമുക്കിപ്പോൾ കുറച്ച് എടുക്കാൻ പോകുന്നുണ്ട്. വണ്ടി ഇറങ്ങി കഴിയുമ്പോഴേക്കും കുറച്ചും കൂടി മോഡൽസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ക്രെറ്റ, പുതിയ ക്രെറ്റൊക്കെ അവൈലബിൾ ആയിട്ടുള്ള മോഡൽസ് ഒക്കെ ഇതിൽ തന്നെ 16 ഇഞ്ച് സെയിം ടയറിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇത്ര മോഡൽസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ക്രെറ്റൊക്കെ കൂടുതലായിട്ട് ഇന്നോവ ക്രെറ്റ 16 ഇഞ്ചിൽ കൊടുക്കാൻ പറ്റുന്ന മോഡൽസ് ഒക്കെ. ഓക്കെ. ബൈസ് ഇത് നമ്മുടെ ക്രെറ്റ, ഇന്നോവ ആ ഒരു സെഗ്മെന്റ് വരുന്ന വണ്ടികൾക്കൊക്കെ യൂസ് ചെയ്യുന്ന അലോയ് വീൽസ് ആണിത്. ഓക്കെ. ഇത് വരുമ്പോഴേക്കും XCV 500 വേണ്ടിയുള്ള മോഡൽസ് ആണ്. പിന്നെ പജൂറോ സ്പോർട്ട്, ഫോർച്യൂണർ, എല്ലാ വണ്ടികൾക്കുള്ള നമുക്ക് അവൈലബിൾ ആണ്. ഇത് ലെൻസോന്റെ തന്നെ വീലുകളാണ്. കുറച്ചും കൂടി ക്വാളിറ്റി നല്ല ക്വാളിറ്റിയുള്ള വീലുകളാണ്. അപ്പോൾ ഗൈസ് ഒരുപാട് വീലുണ്ട്, ഒരുപാട് കളക്ഷൻസും ഉണ്ട്. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പം റോ പറഞ്ഞ പോലെ തന്നെ എല്ലാം ബ്രാൻഡഡ് സാധനം തന്നെയാണ്. 16-17 ഇഞ്ചാണ് ഈ ഒരു പോർഷനിൽ വരുന്നത്. നമുക്ക് എന്തായാലും ഇനിയും അപ്പുറത്തെ സൈഡും കൂടെ എന്തായാലും നോക്കാം. അവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് 16 ഇഞ്ച് 14 ഇഞ്ച് ആ ഒരു റേറ്റ് ഇതിൽ ഇപ്പോൾ ബേസ് മോഡൽ വണ്ടികൾക്ക് വന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുണ്ട്. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ് അതിൻ്റെ ഒരു കളക്ഷനാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ ബ്രോ പറഞ്ഞോളൂ. എന്തായാലും നമുക്ക് ഒറ്റക്കാര്യം നോക്കിയാൽ മതി. ഇങ്ങനെ ആ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും കൂടുതൽ കസ്റ്റമേഴ്സ് നേരിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടിയിൽ നമുക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഏത് മോഡൽ വേണം എന്നുള്ളത്. അതെല്ലേ? അങ്ങനെയുള്ള ഒരു വണ്ടിയിൽ വെച്ച് കാണിച്ചു തരാം ഏത് മോഡലാണ് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും എന്തായിരിക്കും വണ്ടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മോഡൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അതെ അതെ അതെ. എങ്ങനെ ആക്കി എടുക്കണം നിങ്ങൾക്ക് മോഡിഫൈ ചെയ്തിട്ട്
വണ്ടി എങ്ങനെ ഇരിക്കണം എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതെ അതെ, നമ്മൾ ആണെങ്കിൽ ഈ വീഡിയോ കാർഡ് കാണുന്നതിനേക്കാട്ടിലും നല്ലത് നേരിട്ട് വന്ന് ഷോപ്പിൽ ബ്രോ പറഞ്ഞ പോലെ തന്നെ കണ്ട് വണ്ടിയിൽ വെച്ച് നോക്കിയിട്ട് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നമ്മൾ ഒരെണ്ണം നേരിട്ട് അല്ലെങ്കിൽ ഫോണിനകത്ത് കണ്ടിട്ട് ഡിസൈഡ് ചെയ്ത് വരരുത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, അപ്പം അതിനനുസരിച്ച് നിങ്ങൾ വരിക. എന്നിട്ട് ഏതാണ് ഇഷ്ടപ്പെട്ടത്, ഏതാണ് ബ്രാൻഡ്, നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടുന്ന് പിക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അതിന് മാത്രം കളക്ഷൻസ് നമ്മുടെ ഈ ഒരു ഓട്ടോമാളിൽ അവൈലബിൾ ആണ്. അപ്പം അതിൻ്റെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. അവിടെ എല്ലാം നമ്മൾ ഈ മുമ്പേ പറഞ്ഞ സെയിം ബ്രാൻഡ്സ് തന്നെയാണോ? സെയിം ബ്രാൻഡ്സ്, ഈ ബ്രാൻഡ്സ് തന്നെയാണ്. ഇതിൻ്റെ തന്നെ ഇപ്പോൾ GTR ആണെങ്കിൽ 15 ഇഞ്ചിൽ നമുക്ക് GTR കൊടുക്കാൻ പറ്റുന്നത്. ഇത് ഗൈസ് ഇത് രക്ഷയില്ല, കിടക്കുന്ന സാധനമാണ്. കാഴ്ചയിൽ തന്നെ ഭയങ്കര അടിപൊളിയാണ്. ഒരു കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രീമിയം വീൽസിൻ്റെ ഒക്കെ ഒരു അതിനനുസരിച്ച് നമുക്ക് ടയർ അപ്പ് സൈസ് ചെയ്തിട്ട് കുറച്ചും കൂടി വീതി കൂട്ടി 8J വീൽസ് എന്നൊക്കെ പറയുന്നത്. അതെ അല്ലേ, കുറച്ചും കൂടി വീതി കൂട്ടി നമുക്ക് ചെയ്യണമെങ്കിൽ അതിലൊക്കെ തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ ടയറും നമുക്ക് അവൈലബിൾ ആണ് ഷോപ്പിൽ. നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഏത് ബ്രാൻഡ് വേണമെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് നോക്കിയിട്ട് ഏത് സൈസാണ് വേണ്ടത് അതിനനുസരിച്ച് റേറ്റ് ഒരു ഡിഫറൻസ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഇപ്പോൾ യോക്കോഹോമയ്ക്കായിരിക്കും കൂടുതലായിട്ട് അപ്പ് സൈസ് പാറ്റേൺ എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് പ്രിഫർ ചെയ്ത് കൊടുക്കണം. നമുക്ക് 5 ഇയേഴ്സ് വാറണ്ടിയും കാര്യങ്ങളെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് ടയറിൻ്റെ ഒരു ചെറിയ സെക്ഷനാണ്. അപ്പം ഇവിടെ കുറച്ച് ടയർസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം ടയർസും അലോയ്സും നമുക്ക് ഇവിടെ ഈ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് ഈ ഒരു സെക്ഷനിലോട്ട് വന്നു. അപ്പം നമ്മളിപ്പോൾ മെയിൻലി അലോയ് വീലിനെ പറ്റിയാണ് സംസാരിച്ചത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ സാധനം എടുക്കുന്നുണ്ടെങ്കിൽ നോക്കി ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മാത്രം എടുക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ചിലപ്പോൾ വണ്ടി എടുക്കുമ്പോൾ ഒരു തവണയായിരിക്കും നമ്മൾ അലോയ്സ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നത്. അപ്പം കുറച്ച് പൈസയൊക്കെ മുടക്കിയിട്ട് നല്ലൊരു അലോയ് വീൽ തന്നെ പർച്ചേസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ബ്രോ മുമ്പേ പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം അതിനനുസരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോയ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ബ്രോ നമുക്ക് ഇവിടെ EMI ഫെസിലിറ്റി അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പിൽ. ബജാജിൻ്റെ പുതുതായിട്ട് നമുക്ക് ബജാജിൻ്റെ കാർഡുള്ളവർക്ക് ബജാജിൻ്റെ EMI സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്രെഡിറ്റ് കാർഡുള്ളവർക്ക് ക്രെഡിറ്റ് കാർഡിൽ EMI ആക്കി കൊടുക്കാം. അതെ അല്ലേ, നമുക്ക് ബജാജൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇപ്പോൾ ഓൾ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമുക്ക് EMI സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, നമ്മളാണെങ്കിൽ ഫസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് കാര്യങ്ങളുണ്ടോ അതോ പേയ്മെൻറ്റും കാര്യങ്ങളും ഇപ്പോൾ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്രെഡിറ്റ് ലിമിറ്റും കാര്യങ്ങളൊക്കെ പോലെ ഇരിക്കും. അങ്ങനെയായിരിക്കും EMI ചെയ്യുന്നത്. അതെ അല്ലേ, ലിമിറ്റ് ഉള്ളവർക്ക് നമുക്ക് അതിനനുസരിച്ച് നമുക്ക് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിപ്പോൾ ഒരു 30,000 ഒക്കെ അലോയ് ആണെങ്കിൽ നമുക്ക് മന്ത്ലി ഒന്നും അധികം എമൗണ്ട് ഒന്നും വരുന്നില്ല. ഇല്ല, വലിയ 2000 ആ ഒരു റേറ്റ് 2000 താഴെ മാത്രം എന്തായാലും നമുക്ക് വരുള്ളൂ. അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് എത്ര നാൾക്കുള്ളിലാണ് അടച്ചു തീർക്കേണ്ടത്? 24 months അല്ലെങ്കിൽ 36 അങ്ങനെ എന്തെങ്കിലും? അങ്ങനത്തെ സ്കീം അത് ഓരോ കസ്റ്റമേഴ്സിൻ്റെ ലിമിറ്റ് അനുസരിച്ചൊക്കെ ഇരിക്കും അവരുടെ റീപേയ്മെന്റ് ഇതൊക്കെ പോലെ ബജാജാണ് കൊടുക്കുന്നത്. അതെ അല്ലേ, ബജാജിൽ നിന്ന് നമുക്കിപ്പോൾ എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ ഗൈസ്, ഈ ബജാജ് ഫിൻസർവ് എന്നുള്ള ഒരു ഇതാണ് ഇവർ EMI കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ അലോയ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബജാജ് ഫിൻസർവിൻ്റെ EMI കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് ഈ ഒരു അലോയ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മന്ത്ലി മാത്രം നിങ്ങൾ അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ അടച്ച് തീർത്താൽ മതി. അപ്പം ഒരുപാട് എമൗണ്ട് കൊടുത്ത് നിങ്ങൾ അലോയ് പെട്ടെന്ന് എടുക്കണമെന്നില്ല. അപ്പം ഫണ്ടിനും കാര്യങ്ങൾക്കൊക്കെ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് EMI ബേസിസിലാണെങ്കിലും നിങ്ങൾക്ക് സാധനം എടുത്ത് പർച്ചേസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് സ്വന്തമാക്കുകയും ചെയ്യാം. ചെറിയ രീതിയിൽ പൈസ അടച്ച് വിട്ടാലും മതി. അപ്പം അങ്ങനെയുള്ളവർക്ക് അത് ചെയ്യാം. പിന്നെ ബ്രോ പറഞ്ഞ പോലെ തന്നെ ക്രെഡിറ്റ് കാർഡിലും നമുക്ക് EMI ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചും എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ കടയിൽ സെറ്റപ്പ് ആക്കി കൊടുക്കുന്നുണ്ട്. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ വേറെ ഷോപ്പിൽ ചെയ്ത് കൊടുക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനിവിടെ വന്നപ്പം ആണ് ഇങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ ആ ഒരു ഫെസിലിറ്റി ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഷോപ്പിൽ നമ്മുടെ കാറിന് 3D മാറ്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സീക്കേഴ്സ് ഉണ്ട്. അപ്പം ഞാനതൊന്നും കാണിക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പിലും ഈ സംഭവങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നോർമലി നമ്മളൊരു വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്കിപ്പം എല്ലാ വർക്കും കൂടെ ഒന്നിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് വണ്ടി കെയർ ചെയ്യേണ്ട ഐറ്റംസും കാര്യങ്ങളൊക്കെ നമുക്ക് താഴത്തെ ആ ഒരു ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ സ്പീക്കേഴ്സ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആംപ്ലിഫയർ, പിന്നെ സിസ്റ്റം കാര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഓൾ ഇൻ ഓൾ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഗ്രില്ലുണ്ട്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞാൽ എല്ലാ സംഭവങ്ങളും ഓൾ ഇൻ ഓൾ ഉണ്ട്. പിന്നെ ടയറും ഞാൻ പറഞ്ഞില്ല, ടയറും ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ മുമ്പേ നോക്കിയപ്പോൾ കണ്ടില്ലായിരുന്നു നമ്മുടെ ഈ ജീപ്പിനൊക്കെ ഇടുന്ന ടൈപ്പ് യോക്കോഹാമയുടെ ഓൾട്ടറേൻ ടയറാണ് ഈ കാണുന്നത്. ഇതാണ് സംഭവം. എല്ലാവരും തിരക്കുന്നൊരു സംഭവമാണ് ഈ 80 ടയറും 70 ടയറും ഒക്കെ. അപ്പോൾ അതുവരെയും ഇവിടെ അവൈലബിൾ ആണ്. അതെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ താഴത്തെ ഫ്ലോറിൽ നിന്നൂടെ വന്നപ്പോൾ ഇവിടെ നമ്മുടെ DRLസും ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റ്സും ഒക്കെ അവൈലബിൾ ആണ്. മെയിനായിട്ട് ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ കാർ കെയർ പ്രോഡക്റ്റ്സ് ആണ്. അപ്പം എല്ലാ തരത്തിലുള്ള കാർ കെയർ പ്രോഡക്റ്റ്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാർ വാഷും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഡാഷ്ബോർഡ് ക്ലീനറും പിന്നെ ഉള്ള സംഭവങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ടയർ ഫോംസ്, പിന്നെ പറഞ്ഞ പോലെ വാക്സ് അല്ലേ? ഓക്കെ, അത് നമുക്കെല്ലാം തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. എല്ലാം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഹാൻഡ് വാഷ് നമുക്ക് രീതിയിലുള്ള പല പല ബ്രാൻഡില്ല. അതെ അല്ലേ, ആർമറോള്, DM, ഫോർമുല 1, ഓക്കെ, മിഷലിൻ, അങ്ങനെയുള്ള എല്ലാ ബ്രാൻഡ്സിനും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മൈക്രോ ഫൈബർ ടൗലും കാര്യങ്ങളൊക്കെ എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, ഈ ഒരു സെക്ഷൻ ഫുൾ കാർ കെയർ പ്രോഡക്ട്സ്. അതെ, പിന്നെ വരുമ്പോഴേക്കും നമുക്ക് HID LED ലൈറ്റൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നോർമൽ ബൾബിനെക്കാട്ടും
ഒരു 110% ലൈറ്റ് നമുക്ക് കൂടുതൽ കിട്ടുന്ന രീതിയിൽ നമുക്ക് ഫുൾ HIDസും LEDസും ഫുള്ള് ഈ സെക്ഷനാണ്. ഓക്കെ. പിന്നെ DRLകൾ ഇവിടെ DRL കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇത് നമ്മുടെ ബ്രീസ, പിന്നെ സിറ്റി, പിന്നെ അമേസ്, എല്ലാ വണ്ടികളുടെ ഈ പറഞ്ഞ ടൈലാമ്പിൻ്റെ സെക്ഷനാണ് ഗൈസ് ഇത്. അപ്പം അത്യാവശ്യം എല്ലാ മിക്ക വണ്ടികളിലും നമുക്ക് ഹെഡ് ലാംപ്സ് ആയാലും ടൈൽ ലാംപ്സ് ആയാലും എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഗ്രില്ല് മെയിൻലി അല്ലേ? ഗ്രില്ല്, ഡിഫ്യൂസർ, സ്പോയിലർ. ഓക്കെ. അപ്പോൾ ഗൈസ് ഇത് നമ്മുടെ പോളോയുടെ ഒരു ഗ്രില്ലാണ് കേട്ടോ. GTA എന്നുള്ള ബാഡ്ജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഈ കൊടുത്തേക്കുന്നത് 3850 അപ്പം പിന്നെ അതുപോലെ തന്നെ ബാക്കി വരുന്ന ഡിഫൻ കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഇത് ബ്രോ പറഞ്ഞ പോലെ. സീറ്റ് കവർ, പിന്നെ ഫോർച്യൂണറിൻ്റെ ഒക്കെ അല്ലേ? ഓക്കെ. ഫോർച്യൂണറിൻ്റെ ഇതല്ലേ വരുന്നത് ഗൈസ്? ഫോർച്യൂണറിൻ്റെ വരുന്നൊരു ഗ്രില്ലാണിത്. ഇത് കണ്ടോ ഈ ഒരു സാധനം. റേഞ്ച് റോവറിൻ്റെ ഏതായിരുന്നു ബ്രോ? അതാണോ ടോപ്പ് ഇരിക്കുന്നത്? ഓക്കെ ഗൈസ്, അത് റേഞ്ച് റോവറിൻ്റെയാണ് ആ മേളിയിരിക്കുന്ന സാധനം. ഓടി അല്ലേ? ഓക്കെ. ഇത് ഓടിയുടെ ആണ് ഗൈസ് ഈ ഒരു ഗ്രില്ല്. നമുക്ക് വേണമെങ്കിൽ ഇനി വണ്ടിയുടെ ബോഡി കിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ലെക്സസ് ടൈപ്പിൽ വന്ന ഫോർച്യൂണറിൻ്റെ ഫുൾ അതുപോലെ തന്നെ എല്ലാ വണ്ടിയുടെയും ആഫ്റ്റർ മാർക്കറ്റ് ബമ്പർ നമുക്ക് അവൈലബിൾ ആണ്. അതെ അല്ലേ? ഇത് മെറ്റീരിയൽ ഏതാണ് ബ്രോ വരുന്നത്? ഇത് ABS ആണ്. ABS പ്ലാസ്റ്റിക് ആണല്ലേ? ഫൈബർ നമ്മൾ എടുക്കാനുള്ള ABS എടുക്കണം. ഇത് തന്നെ സ്വിഫ്റ്റിൻ്റെ ഉണ്ട്, പോളോൻ്റെ ഉണ്ട്, അതല്ലേ? ഫോർച്യൂണർ ഏത് വണ്ടി വേണമെങ്കിൽ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ബമ്പറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ബിഗ് ആയിട്ടുള്ളൊരു ബമ്പറാണ്. നമ്മൾ റീപെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടോ? അതോ പെയിന്റിംഗ് അടക്കം നമുക്ക് വരുമ്പോഴേക്കും ഇതിനൊക്കെ വരുമ്പോഴേക്കും റേറ്റ് വരും. അതെ അല്ലേ? എല്ലാ വണ്ടികളിലും നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഏതിനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഗൈസ് ഇവിടെ നമുക്ക് അത്യാവശ്യം വേറെ കുറച്ച് ആക്സറീസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോർഷനിൽ ഞാൻ കണ്ടത്. നമ്മുടെ കീ ചെയിന്, പിന്നെ സ്പാർക്കോടെ ടാക്സ്, പിന്നെ നമ്മുടെ ബ്രേക്കിൻ്റെ വെക്കുന്ന ഒരു കവറാണ് ഇത്, പുറത്ത് വെക്കുന്ന കവറാണ്. അതെ അതെ അതെ, കാലിപ്പർ കവറാണിത്. പിന്നെ ഇത് ഈ ഒരു പാഡ് സംഭവമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഓളിഞ്ഞോളം എല്ലാ പ്രോഡക്റ്റ്സും നമ്മുടെ ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ വണ്ടി കൊണ്ടെങ്കിൽ വന്നാൽ മതി അല്ലേ ബ്രോ? അതെ അതെ അതെ, ഡിസ്കൗണ്ട് ഒക്കെ ഇട്ട് കൊടുക്കുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും അതെ. അപ്പോൾ ഗൈസ് എല്ലാ സംഭവങ്ങളും ഓളിനോളം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ മൊത്തത്തിൽ ഷോപ്പിൻ്റെ ഒരു ഇത്. മേളിൽ ഞാൻ മുമ്പേ കാണിച്ചിരുന്നു. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാൻ ഓട്ടോമോബിളിനുള്ളിൽ തന്നെയാണുള്ളത്. അപ്പം കുറേ കാറിൻ്റെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. അപ്പം കണ്ടിട്ടില്ലാത്ത കുറച്ച് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കണ്ടു. അലോയ് വീൽസിൻ്റെ ഒരു വലിയൊരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ സൂര്യ ബ്രോ ചെയ്തു തരും. എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും പിന്നെ അതുപോലെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ കൊടുത്തിരിക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തോടെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ രാവിലെ വേറെ ആവശ്യത്തിന് വന്നതാണ്. ഇപ്പം വൈകിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഞാൻ എല്ലാപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് തന്നെ ഇടണം, മറക്കരുത്. പിന്നെ ഏത് വണ്ടിയാണ് റിവ്യൂ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റായിട്ട് ഇടുക. ഓക്കെ. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിനും വരേക്കും ബൈ.